എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പരിപ്പ് വട. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിത് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പിലാണേ. പൊതുവേ എല്ലാവരും ഈ പരിപ്പ് വട തയ്യാറാക്കാറ് പതിവ് ഒന്നുകിൽ വടപ്പരിപ്പ് എന്ന് പറയുന്ന കിട്ടും, ആ പരിപ്പ്, അല്ലെങ്കിൽ തുവരം പരിപ്പിലൊക്കെയാണ്. പക്ഷേ ഈ കടലപ്പരിപ്പും കൊണ്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് വീണ്ടും നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ഡ്രൈ ആക്കി വെക്കണം. ഉണങ്ങൊന്നും വേണ്ട, വെള്ളം ഒട്ടും കാണരുതെന്നേ ഉള്ളേ. ഇനി നമുക്ക് മിക്സിയുടെ ചട്നി ജാർ തന്നെ എടുക്കണേ. അതിലാവുന്ന കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ പൾസിൻ്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ 1-2 പ്രാവശ്യം ഞെക്കി കഴിയുമ്പം നമുക്ക് ആവശ്യമുള്ളതുപോലെ തരിതരിപ്പായിട്ട് അരഞ്ഞു കിട്ടും. അരയ്ക്കുന്നത് മാത്രമാണ് ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമേ. കാരണം ഇത് നന്നായിട്ട് അരഞ്ഞു പോവരുത്. ഇതേപോലെ തരിതരിപ്പായിട്ട് കിട്ടിയാലേ നമുക്ക് പരിപ്പ് വടയുടെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം പുതിയതായിട്ട് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 കൈപ്പിടി പരിപ്പ് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ബൈ ചാൻസ് നമ്മളിത് അരച്ചത് കുറവായിപ്പോയി, ഒത്തിരി കട്ടകളുണ്ട്, ഇതിനെ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ മതിയാവുമേ. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് 3-4 ഉണക്കമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. അതേപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞുറുക്കിയിട്ട് കൊടുക്കണം. കറിവേപ്പില വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് കായവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിപ്പം ചേർത്ത് കൊടുത്തു. 1 ഉള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കണേ. വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പാടായിട്ട് വരും. അതേപോലെ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഞെരടി ഇളക്കണം കേട്ടോ. അപ്പോഴേ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ഞുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ ചേർക്കേണ്ടതായിരുന്നേ, ഞാനങ്ങ് മറന്നുപോയതാണ്, അതാ ലാസ്റ്റായി പോയത്. ഇതും കൂടി നന്നായിട്ട് ഞുറുക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ വയ്ക്കുവാണെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വേണം വയ്ക്കാൻ. തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് നന്നായിട്ട് ഇതേപോലെ ഉരുട്ടി കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണേ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണേ. അതേപോലെ ഉരുട്ടി നന്നായിട്ട് പ്രസ് ചെയ്തും കൊടുക്കണം. അപ്പോൾ നടുവശവും നമ്മളുടെ നല്ലതായിട്ട് അങ്ങ് അമുങ്ങി നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും. ഇത് ഉരുട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ആവശ്യത്തിന് അരിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടുമ്പോൾ തന്നെ ഇതങ്ങ് കയ്യിൽ നിന്ന് ഉതിർന്നങ്ങ് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവുമേ. നന്നായിട്ട് പിന്നെ നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. വെള്ളം ഒന്നും തൊട്ട് ഉരുട്ടേണ്ട ആവശ്യമേ ഇല്ലേ. നല്ലതായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്പാക്കി എടുക്കണം. നന്നായിട്ട് പ്രസ്സും ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ മുളക്, മേളിലിരിക്കുന്ന പരിപ്പുകൾ ഒക്കെ നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ അമുങ്ങി ഇരിക്കത്തുള്ളൂ. ഈ സമയത്ത് തന്നെ ഞാനൊരു അയൺ പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഇട്ട് കൊടുക്കാവേ. നമ്മൾ പരിപ്പ് വട ഇട്ട് കൊടുക്കുമ്പം ഫുൾ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അകമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, പുറവശം അങ്ങ് നന്നായിട്ട് ചുമന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അകമെല്ലാം നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. നല്ല മൊരുമൊരാന്നിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും, അതിന് യാതൊരു സംശയവുമില്ല. മുളകിൻ്റെയൊക്കെ അളവ് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 3-4 കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല മൊരുമൊരാന്നുള്ള പരിപ്പ് വട തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.